ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ബീഫ് കറിയുടെ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി കടച്ചക്ക കറിയാണ് വയ്ക്കുന്നത്. അതിന് ഞാനിവിടെ 2 കടച്ചക്ക എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കടച്ചക്ക ഞാൻ കട്ട് ചെയ്ത് ഉപ്പുവെള്ളത്തിലിട്ടിട്ടുണ്ട്. ഉപ്പുവെള്ളത്തിൽ ഇടുമ്പോൾ കറയെല്ലാം പെട്ടെന്ന് പോവും. ഇനി നമുക്ക് കഴുകിയെടുക്കാം. ഈ ഒരു രീതിയിൽ ആണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഇപ്പം കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ടൈപ്പ് സവാളയാണ്. ഒന്ന് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒന്ന് കുറച്ചുകൂടെ ചെറുതായിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില, ഒരു മീഡിയം ടൈപ്പ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടച്ചക്ക ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ കുക്കറിലിടാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഇതിനെക്കാട്ടി കൂടുതൽ കിട്ടും. ഇത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചോട് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി വെച്ച് ഒരു വിസിലാകുമ്പം ഓഫാക്കാം. കടച്ചക്ക വേവുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടും. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ തക്കാളിയും സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അല്ല പച്ചമണമൊക്കെ മാറി. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടച്ചക്ക ഇപ്പോൾ ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 തിള തിളയ്ക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം.
അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇളക്കി നോക്കാം. തിളച്ച് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റിയായ കടച്ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള കടച്ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്